ഹലോ ഫ്രണ്ട്സ്, H&H വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയാമോ? പേട. എങ്ങനെയാണ് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് പേട ഉണ്ടാക്കുക. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പേട ഉണ്ടാക്കാൻ സാധിക്കും. മിൽമ പൊടിയോ പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ആദ്യം അതിന് വേണ്ടത് ഒരു ആശീർവാദ് ആട്ടപ്പൊടിയാണ് വേണ്ടത്. പിന്നെ പഞ്ചസാര പൊടിച്ചതും, പിന്നെ ഒരു നെയ്യും, മിൽമയുടെ ഒരു നെയ്യാണ് ഞാനെടുത്തത്. ഇത്രയേ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു പേട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. കുട്ടികൾക്കും കൊടുക്കാൻ നല്ലതാണ്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിരിക്കും. ആട്ട ഉപയോഗിച്ചാണ്, ആശീർവാദിൻ്റെ ആട്ട ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അധികം വറുക്കുക, പൊരിക്കുക അങ്ങനെയുള്ള ഒരു സംഭവം ഇതിന് ആവശ്യമില്ല. അതിന് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ ഈ ആട്ടപ്പൊടി ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇത് നൈസ് പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടുമ്പോൾ വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ പൊടിയുടെ പച്ചപ്പൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് വരട്ടിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. ആവശ്യത്തിനുള്ള പഞ്ചസാര മതി. നല്ല മധുരം വേണമല്ലോ, പേടയ്ക്ക് നല്ല മധുരം ഉണ്ടല്ലോ. അന്നേരം നന്നായിട്ട് മധുരം ഇട്ട് കൊടുക്കുക. പഞ്ചസാര കട്ട പിടിച്ചൊക്കെ കിടക്കും, അതൊക്കെ മാറ്റി നന്നായിട്ട് വരട്ടി കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് നെയ്യുണ്ട്, ആ നെയ്യ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നെയ്യ് വേണം കേട്ടോ. ഇത് നല്ലപോലെ നെയ്യ് വേണം. അത് നെയ്യ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് ഇത് ഉരുക്കിയ നെയ്യായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഉരുക്കാത്ത നെയ്യായതുകൊണ്ട് കുറച്ച് പാടായിരുന്നു. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നന്നായിട്ട് നെയ്യ് ഉരുക്കിയെടുത്ത്, പൊടി കരിഞ്ഞും പോകരുത്, നെയ്യ് ഉരുകിയും കിട്ടണം. അന്നേരം പെട്ടെന്ന് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നെയ്യ് ഉരുകി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് എല്ലായിടത്തും ആ നെയ്യ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ പിടിച്ചാൽ ഉണ്ടയാകുന്ന രീതിയിൽ, ഉണ്ട കിട്ടുന്ന പരുവത്തിനാകുന്ന രീതിയിൽ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ പിടിക്കുന്ന രൂപമാകുമ്പോൾ നിർത്തി ചൂടോടെ തന്നെ വേണം ഇത് കൈകൊണ്ട് പിടിക്കാൻ. ഭയങ്കര പാടായിരുന്നു. എൻ്റെ കൈയൊക്കെ അടങ്ങിപ്പോയി, അതുപോലത്തെ വേദനയുണ്ട്. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും വീടുകളിലാണെങ്കിലും ഒക്കെ സമയം തീയിൽ പണിയെടുക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകില്ല. അങ്ങനെ നന്നായിട്ട് ഞാൻ ചൂടോടെ തന്നെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത്രയേ കാര്യമുള്ളൂ. നല്ല ചൂടോടെ തന്നെ വേണം ഉരുട്ടാനായിട്ട്. കൈ നന്നായിട്ട് ചുമന്നുണ്ട്. കൈയും ഉരുട്ടി കൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇവള് കുഞ്ഞായിരുന്നപ്പോൾ അംഗനവാടിയിൽ ഇത് കുക്കിംഗ് പരിപാടി വന്നപ്പോൾ ഗോതമ്പ് പൊടിയും അമൃതം പൊടിയും ചേർത്ത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയായിരുന്നു. വറുത്ത പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ മേലായിരുന്നു. അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. പഞ്ചായത്ത് തലത്തിലും അത് തന്നെ ഉണ്ടാക്കിയപ്പോൾ അതിനും പ്രൈസ് കിട്ടിയതാണ്. അസൽ പേട തന്നെയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണേ.